പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലാണ്. ഇവിടെ 2025-26 വാർഷിക ബഡ്ജറ്റ് അവതരണമാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക ബഡ്ജറ്റ് അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മചന്ദ്രനാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസാണ്. അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ, അങ്ങനെ പഞ്ചായത്തിൻ്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരടക്കം എല്ലാവരും എത്തിയിട്ടുണ്ട്. 21,23,48,000 രൂപ വരവും ഏറെക്കുറെ 21,23,48,000 രൂപ വരവും 21,22,49,240 രൂപ ചെലവും വരുന്ന ഒരു ബഡ്ജറ്റാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ നീക്കിബാക്കി തുക വരുന്നത് 6,95,032 രൂപയും മുൻബാക്കി 5,96,272 രൂപയുമാണ്. പഞ്ചായത്തിൻ്റെ വരവ് കണക്കുകൾ: നികുതി വരുമാനം 1,81,00,000 രൂപ, നികുതി ഇതര വരുമാനം 1,13,00,000 രൂപ, ജനറൽ പർപ്പസ് ഗ്രാൻഡ് 2,08,00,000 രൂപ, കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം 2,80,000 രൂപ, വികസന ഫണ്ട് 3,60,000 രൂപ, മെയിൻ്റനൻസ് ഗ്രാൻഡ് 1,31,00,000 രൂപ, ക്ഷേമ പദ്ധതികൾ സംസ്ഥാന വിഷ്കൃത പദ്ധതി വിഹിതം 7,30,00,000 രൂപ, ജില്ലാ പഞ്ചായത്ത് വിഹിതം 75,00,000 രൂപ, മറ്റുള്ളവ 44,50,000 രൂപ. ആകെ വരവ് 21,29,44,272 രൂപയും. ചെലവ് കണക്കുകൾ: ജനപ്രതിനിധിയുടെ ഹോണറോറിയം, യാത്രാപ്പടി, മറ്റ് ആനുകൂല്യങ്ങൾ 22,80,000 രൂപ, ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും 1,56,70,000 രൂപ, ഓഫീസ് ചെലവുകൾ 5,00,000 രൂപ, തെരുവ് വിളക്കുകൾ 20,00,000 രൂപ, പൊതു ടാപ്പുകളുടെ വെള്ളക്കരം 37,00,000 രൂപ, മറ്റ് ഭരണച്ചെലവുകൾ 1,50,000 രൂപ, ജനകീയാസൂത്രണ പദ്ധതി ചെലവുകൾ 7,32,16,240 രൂപ, തൊഴിലുറപ്പ് പദ്ധതി, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 2,80,00,000 രൂപ, ക്ഷേമ പെൻഷനുകൾ സംസ്ഥാന വിഷ്കൃത പദ്ധതി വിഹിതം 7,30,00,000 രൂപ, ജില്ലാ പഞ്ചായത്ത് വിഹിതം 75,00,000 രൂപ. ആകെ ചെലവ് 21,22,49,240 രൂപയും നീക്കിയിരിപ്പ് 6,95,032 രൂപയും വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2025-26 കാലയളവിലേക്ക് ഒട്ടേറെ വികസന പദ്ധതികളാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. നെൽകൃഷിക്ക് വേണ്ടി 18,00,000 രൂപ, മറ്റു വിളകൾക്ക് വേണ്ടി 5,20,000 രൂപ, കാർഷിക വികസന പരിപാടികൾക്ക് 2,00,000 രൂപ, കൃഷിയും അനുബന്ധ മേഖലകളും മൃഗസംരക്ഷണത്തിന് 50,000 രൂപ, തെങ്ങ് കൃഷിക്ക് 4,25,000 രൂപ, പച്ചക്കറിക്ക് 2,27,500 രൂപ, വാഴക്കൃഷിക്ക് 4,20,000 രൂപ, മറ്റ് കിഴങ്ങ് വിളകൾക്ക് 4,00,000 രൂപ, കുരുമുളക് കൃഷിക്ക് 1,40,000 രൂപ, പശു വളർത്തലിന് 7,20,000 രൂപ, ആട് വളർത്തലിന് 5,32,000 രൂപ, എരുമ വളർത്തൽ 9,12,000 രൂപ,
കന്നുകുട്ടി പരിപാലനം 50,000 രൂപ, മുട്ടക്കോഴി താറാവ് വളർത്തൽ 2,94,000 രൂപ, മൃഗസംരക്ഷണം രോഗനിയന്ത്രണം 5 ലക്ഷം രൂപ, മൃഗസംരക്ഷണം അനുബന്ധ സൗകര്യങ്ങൾ 4,50,000 രൂപ, ക്ഷീരവികസനം 9 ലക്ഷം രൂപ, മണ്ണ് ജലസംരക്ഷണം 15 ലക്ഷം രൂപ, വെള്ളപ്പൊക്ക നിവാരണം 5 ലക്ഷം രൂപ, ജലസംരക്ഷണം 10 ലക്ഷം രൂപ, ചെറുകിട വ്യവസായങ്ങളും സൂക്ഷ്മ സംരംഭങ്ങളും 1 ലക്ഷം രൂപ, തെരുവ് വിളക്കുകളുടെ വൈദ്യുതീകരണം 12 ലക്ഷം രൂപ, റോഡുകൾ 45 ലക്ഷം രൂപ, ലൈനുകൾ 33 ലക്ഷം രൂപ, കലിങ്കുകളും ചപ്പാത്തുകളും 10 ലക്ഷം രൂപ, കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ബസ് സ്റ്റാൻഡും 20 ലക്ഷം രൂപ, വാഹനങ്ങൾ 3,50,000 രൂപ, റോഡ് മെയിൻ്റനൻസ് പ്രൊജക്റ്റുകൾ 12 ലക്ഷം രൂപ, റോഡ് ഇതര മെയിൻ്റനൻസ് 3 ലക്ഷം രൂപ, അങ്ങനെ 21,23,48,000 രൂപ വരവും 21,22,49,240 രൂപ ചെലവും വരുന്ന 2025-26 വാർഷിക ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ ബഡ്ജറ്റിന് മറ്റു മെമ്പർമാരെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. അതുപോലെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ ജില്ലാ പഞ്ചായത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നുണ്ട്. ഏകദേശം 20 ലക്ഷം രൂപ വരുന്നൊരു വെയിറ്റിംഗ് ഷെഡാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ സൈഡിലൊരു ബിൽഡിങ് പണിതിട്ട് അതിൻ്റെ അടിയിലത്തെ നില വെയിറ്റിംഗ് ഷെഡിന് വേണ്ടി കൊടുക്കുകയും ബിൽഡിംഗ് മൂലം പഞ്ചായത്തിനൊരു വരുമാനവുമാവും എന്നുള്ള കാര്യമാണ് വന്നത്. അത് വീണ്ടും ചർച്ചയ്ക്ക് വിട്ടിരിക്കുകയാണ്. അതുപോലെ പുതുപ്പള്ളിയിലെ വ്യാപാരി വ്യവസായ സംഘടനകൾ അനുഭവിക്കുന്ന വിഷയങ്ങളും പ്രതിപക്ഷാംഗങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അപ്പം കടകളിൽ പ്ലാസ്റ്റിക് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. അത് ഉദ്യോഗസ്ഥർ വന്ന് പ്ലാസ്റ്റിക് എടുക്കുകയും ഫൈൻ ഈടാക്കുകയും ചെയ്ത നടപടി. അപ്പോൾ അതുമൂലം വ്യാപാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പ്ലാസ്റ്റിക് അവർക്ക് നിക്ഷേപിക്കാനും മറ്റും പ്രത്യേകം വേസ്റ്റ് ബിൻ പോലെയുള്ള സെപ്പറേറ്റ് അവർക്ക് കടക്കാർക്ക് കൊടുക്കണമെന്നാണ് പ്രതിപക്ഷങ്ങൾ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പോലെ തന്നെ ഒരു വലിയ വിഷയമാണ് മാലിന്യ നിർമ്മാർജ്ജനം. അപ്പോൾ അതിന് പുതുപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം ഇല്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സ്ഥലം മേടിക്കാനും അതിനുവേണ്ടി ജനവാസ മേഖലയിലല്ലാതെ തൊട്ടടുത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കണം നമുക്കിങ്ങനെയുള്ള മാലിന്യത്തിന് വേണ്ടിയൊക്കെയുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ പരിധിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനും അതിന് പ്രത്യേകം ഫണ്ട് വകയിരുത്തുവാനും ബഡ്ജറ്റിൽ നിർദ്ദേശം വന്നു. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഇഞ്ചക്കാട്ടുകുന്ന് അംഗൻവാടിയിൽ കൃഷി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടിയുമ്മനാണ് നിർവഹിച്ചത്. അപ്പോൾ അത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുവാനുള്ള ഒരു പരിചരണ വിഭാഗമാണ് കൃഷി യൂണിറ്റ്. അപ്പോൾ അത് ഇഞ്ചക്കാട്ടുകുന്നിലാണ്. ഇഞ്ചക്കാട്ടുകുന്ന് വാർഡ് മെമ്പർ CS സുധൻ അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുകയും മറ്റൊരു മെമ്പർമാരെല്ലാം ആ ഒരു പദ്ധതി അവിടെ വന്നതിൽ എല്ലാവരും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്തു. ഈ മാലിന്യം വ്യാപാരി വ്യവസായികൾ അവർ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് ഇത് തരംതിരിച്ച് വെക്കാനായിട്ടുള്ള ബാസ്കറ്റുകളോ കാര്യങ്ങളോ നമ്മൾ ഈ വീടുകളിൽ കൊടുക്കുന്ന പോലെ തന്നെ വ്യാപാരികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ
ടാക്സ് പിടിക്കുന്നത് 100 വെച്ച് മേടിക്കുന്നില്ല. നമ്മൾ ഹരിതാഭസേനയാണ് 100 മേടിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഇതിനു വേണ്ടിയുള്ള സംവിധാനം നമ്മൾ കൊടുക്കണേ. ഇപ്പൊ 2 വേസ്റ്റ് ബിന്നുകൾ കൊണ്ടുവന്നു. 2 വേസ്റ്റ് ബില്ല് പഞ്ചായത്തിന് കൊണ്ടുപോയി അവരുടെ വീതോന്നി നമ്മള് ഈ ജീവി കൊടുക്കുന്ന പോലെ സംവിധാനം അവർക്ക് കൊടുക്കുക. അല്ലാതെ അവരെ ഫൈൻ മേടിക്കാനുള്ളതല്ലല്ലോ ആവശ്യം. ശരിക്കും ഈ വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ 2 ബിന്നുകൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ അളവനുസരിച്ച് ആവശ്യമായിട്ടുള്ള ബില്ല് ക്രമീകരിക്കണമെന്നാണ് അവർ തന്നെ ചെയ്യുന്നത്. ഇതുപോലെ കൊടുക്കാൻ നമുക്കത് പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ വെക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഓരോ വ്യാപാരികൾക്ക് കൊടുക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. വീടുകാർ അടയ്ക്കുന്നവർ അത് അടയ്ക്കുന്നില്ലേ? പിന്നെ അവർക്ക് എടുത്തോണ്ട് പോകുന്നതും അവർക്ക് നമ്മൾ മാലിന്യൊന്നും എടുക്കുന്നില്ല. നമ്മൾ അവരോട് താല്പര്യം പറയുന്നുള്ളൂ. പ്ലാസ്റ്റിക്കുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. കൃത്യമായ പ്ലാസ്റ്റിക്കുകൾ കൊടുക്കുന്നവർ തന്നെ പിന്നെ ഫൈൻ കൊടുക്കുന്ന കാര്യമില്ല. നമുക്കിപ്പോൾ അങ്ങനെ കൊടുക്കാൻ പോയില്ലാത്തത് നമ്മൾ കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ വ്യാപാരികളുടെ അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ സ്ഥാപനം ഉണ്ടാകുന്ന മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കണമെന്നും അതിന്റെ 2 ബിന്നുകൾ വെക്കണമെന്നും ഇത്രയും പ്രകൃതം ഉണ്ടെങ്കിലും ആ സ്ഥാപനത്തിൽ ലൈസൻസ് പോലും കൊടുക്കണമെന്നാണ്. അത് സെക്രട്ടറി ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അത് അന്വേഷിച്ച് ഉറപ്പാക്കണമെന്നാണ് പറഞ്ഞത്. ഈ ജീവിന് പോലെ തന്നെ ഈ വസ്തു കര അടയ്ക്കുന്ന ബില്ലിംഗ് ടാക്സ് അടയ്ക്കുന്ന അവർക്ക് അതിനുള്ള ഒരു തുക അവരുടെ പഞ്ചായത്ത് തുകയിട്ട് അവർക്ക് കൊടുക്കണം. എല്ലാ കടകൾക്കും കൊടുക്കണം. മാതൃകാപരമായി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ബാക്കി വിശദമായ കാര്യങ്ങൾ എന്തായാലും ഈ 19-ാം തീയതി ചർച്ചയിൽ പറയുന്നതാണ് നന്ദി. ഞാൻ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടുന്ന് വീടില്ലത് ആ വീടുകളുടെ കാര്യത്തിൽ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി 2,75,000 രൂപ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ ആശാവഹമായ ഒരു പുരോഗതിയായി കാണണം. കഴിഞ്ഞ വർഷം നമുക്ക് 3 വീട് പൂർത്തിയാക്കപ്പെട്ടു. ഇപ്പോൾ ഒരു 110 വീട് കൂടി കൊടുക്കും. അതിനാവശ്യമായ ഒരു ഫണ്ടിവിടെ വെച്ചിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹം. അതുപോലെ ഈ പൊതുറ്റാപ്പിന് ഇത്രയും രൂപ വരുമോ? പൊതുറ്റാപ്പിന് നമ്മൾ ഒരുപാടെണ്ണം കട്ട് ചെയ്ത 3 ലക്ഷം രൂപ ഒരു വർഷം അടയ്ക്കുന്നു. 3,07,800 മാസം അടയ്ക്കും. അല്ല നമ്മൾ ഈരെ കുറച്ച് കട്ട് ചെയ്തില്ലേ? കട്ട് ചെയ്തില്ല. 6 ലക്ഷം രൂപ ആയിരുന്നു. 6 ലക്ഷം രൂപ ആയിരുന്നു. കട്ട് ചെയ്ത ശേഷമാണ് 3.5 ആയത്. അല്ല അതിനകത്ത് നമ്പർമാരൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ടാപ്പുകൾ കട്ട് ചെയ്യാൻ പറഞ്ഞല്ലേ? അത് ആ ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ 255 ടാപ്പ് കട്ട് ചെയ്തിട്ടാണ് 3.5 ആയത്. 3.5 ലക്ഷം ആയത്. മറ്റേ 6.5 ആയത്. അത് ഇനിയും കുറയ്ക്കാൻ ഇവർ വന്നല്ലേ? ഇവിടെ രജിസ്ട്രേഷൻ വന്നായിരുന്നല്ലോ. അത് കുറയ്ക്കാൻ അത് കഴിഞ്ഞില്ല. അത് കുറയ്ക്കല്ലോ. അത് വരുമ്പോൾ കുറയ്ക്കാം. 21-ാമത്തെ പേജില് മണ്ണ് ജലസംരക്ഷണം. അതെ, കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നമ്മുടെ തോടുകൾ താക്കാനായിട്ട് ഒരു ഫണ്ട് മാറ്റാനുള്ള പ്രതീക്ഷയിലാണ് വെച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം ഉണ്ടെങ്കിൽ ഇപ്പോൾ കുടിവെള്ള പദ്ധതി നമുക്ക് മെയിൻ പദ്ധതി വരുമ്പോൾ പല ടാങ്കുകൾ കൊണ്ട് ഈ വർഷം ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ആ കുടിവെള്ള പദ്ധതിക്ക് വരുന്ന ഫണ്ട് ഈ തോട് താക്കുന്നതിലേക്ക് മാറ്റാൻ വേണ്ടി അത് കൃഷി ഓഫീസോട് പറയണം. ഇപ്രാവശ്യം പ്ലാനിനകത്ത് വന്നിട്ടില്ല, പദ്ധതി പ്രോജക്റ്റിൽ അത് വന്നിട്ടില്ല. നെൽകൃഷിക്ക് 18-23 വരെ കൊടുക്കും. അത് നമ്മള് കട പദ്ധതിയൊക്കെ 30% മാറ്റി വെക്കാം. അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റും. അത് ഈ ബഹുമാനപ്പെട്ട നിരുക്കേപ്പോൾ പറഞ്ഞ വിഷയത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി നമ്മള് വെള്ളിമലയിലെ 22 ലക്ഷത്തിന് 50 സെന്റ് സ്ഥലം നമ്മള് എഗ്രിമെന്റായി വാല്യുവേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പരാതി വന്ന് നമുക്ക് മാറിപ്പോയത്. ഈ മാലിന്യ സംസ്ഥാന സ്ഥലം എടുക്കുന്നത് പറയുമ്പോൾ പബ്ലിക്കിന്റെ ഒരു പൊതുപരിപാടി നമ്മുടെ പടവാതൂര് ജമ്പിങ് അവിടെ പോലെ ആകുമെന്നുള്ളതാണ്. അതല്ല, ഇതിങ്ങനെ പ്ലാസ്റ്റിക് തരംതിരിക്കാനാണെന്നുള്ളൊരു ബോധവൽക്കരണം നടത്തിയാലേ നമുക്ക് പഞ്ചായത്തിൽ എവിടെയായാലും ഇതിന് സ്ഥലം കിട്ടുള്ളൂ. അതിന് സ്ഥലം എടുക്കാനായിട്ട് പദ്ധതി നമുക്ക് പകവെക്കാം. സ്ഥലം എവിടെ ഉണ്ടെങ്കിലും ആര് തിരക്കാലും നമുക്ക് എടുക്കാം. പക്ഷേ ജനങ്ങളെ ഒരു ബോധവൽക്കരണം നടപടിയിലേക്ക് നമ്മളൊരാളും അല്പം അങ്ങോട്ട് കണ്ടെത്തി നമ്മളതിന്റെ കേരളത്തിൽ ഇപ്പൊ ഉദ്ദേശിക്കുന്ന എവിടെയാ റേഞ്ചർ സൈഡിൽ ഉദ്ദേശിക്കുന്നത്. ആ റേഞ്ചർ സൈഡിൽ 2 തരം ബിൽഡിങ്ങുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പണി 20 ലക്ഷം രൂപയ്ക്ക് അവിടെ പേഷ്യന്റ് കണ്ടു വെക്കുന്നതാണോ വന്നു കഴിഞ്ഞാല് ബസ് സ്റ്റാൻഡുകൾ മുഴുവൻ ബിൽഡിംഗ് ആയിരിക്കും. നമുക്കറിയാം, ബിൽഡിംഗുകൾ ഇറക്കി പിടിച്ചു വെച്ചാൽ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരു സംഭവങ്ങളാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ. അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ ബസ് സ്റ്റാൻഡിനകത്ത് നിലവിലെ
ബസ് സ്റ്റാൻഡ് വണ്ടി കയറുന്ന ജോബിയുടെ വീട് സോറി കടയുടെ സൈഡിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ വളഞ്ഞു പോവാം. ആ ബിൽഡിംഗ് ഇപ്പുറത്തോട്ട് മാറി പറഞ്ഞ് നേരെ മറന്നാൽ ആദ്യത്തെ വഴി കാണാൻ പോലെ റോഡുകൾ ഈ സൈഡിൽ നല്ല രീതിയിൽ ബിൽഡിംഗ് പണിയാവും. 2 കടവുകൾ ഫ്രീ ആക്കിയിട്ടാണ് ആൾക്കാർക്ക് നിന്നാൽ മതി. നമുക്ക് സ്റ്റാൻഡ് വണ്ടി കയറി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നേരെ വഴി കൊണ്ട് മാറ്റി ഉണ്ടാക്കുക. നേരെ താഴത്തെ റോഡ് കാണാൻ പോലെ നേരെ കിടക്കും. ഈ സൈഡിൽ ബിൽഡിംഗ് പണിയാ. അതിന് 2 ഷട്ടറും കൂടി ഫ്രീ ആക്കിയാൽ നമ്മൾ ആൾക്കാർക്ക് നിന്നാൽ മതി. നമ്മൾ അതിന് വേണ്ടി 20 ലക്ഷം രൂപ മുടക്കി അതവിടെ വെക്കാന്ന് പറയുന്നത് നടത്തലല്ലേ? അവിടെ പിന്നീട് പണി ഉണ്ടാവും. ഇവിടെ നമുക്ക് 2 മണിക്ക് ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് വന്നാൽ മുകളിലുള്ള ബിൽഡിംഗ് പണിയാം. പഞ്ചായത്തിന്റെ വരുമാനമുണ്ടായി. പഞ്ചായത്തിന് വരുമാനമില്ലല്ലോ. ഉള്ള കടകളെല്ലാം പൊളിച്ചു പോയി. ബിൽഡിംഗ് പൊളിച്ചു പോയപ്പോൾ പുതിയ ബിൽഡിംഗ് പണിയൊന്നുമാണ്. നമ്മള് ഒരു പഞ്ചായത്തുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദേശ ഭരണ സ്ഥാപനം ജനങ്ങളുമായിട്ട് സഹകരിക്കും, ജനങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരു ശൈലികപരമായിട്ടൊരു പ്രവണതയാണ് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ ടാക്സ് അടയ്ക്കുന്നതിനൊക്കെ വിമുഖത കാണിക്കുക, അത് ചെയ്യാതിരിക്കുക, ആ ടാക്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വമായിട്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്ന പല പ്രവണതകൾ നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. കാരണം ടാക്സ് നൽകുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയ്ക്ക് യൂസഫി നൽകുന്നതിന് വേണ്ടി എതിരെയുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ പറഞ്ഞ പോലെ പെനാൽറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോഴത്തേന് ജനങ്ങൾ മറ്റു രീതിയിലുള്ള ന്യായത്തിലും അതിലേക്ക് പ്രതികരിക്കുന്നു. അപ്പോൾ ഈ പ്രതികരിക്കുമ്പോഴത്തേന് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളിൽ കൃത്യമായ രീതിയിൽ നമുക്ക് ബോധിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന മേഖലകളിൽ നമ്മൾ നൽകുന്ന ഇൻസ്പെക്ഷനുകളോ ഒക്കെ ചിലപ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ കൊണ്ടാണ് ഇങ്ങോട്ട് നൽകുന്നത്. അവരുടെ പൊതുജനങ്ങളുടെ കൈകിടി കിട്ടി അത് മുന്നോട്ട് പോകുമ്പോഴത്തേന് പലപ്പോഴും നമുക്ക് നേരിടാൻ പറ്റാതെ വരുന്നത് ചിലപ്പോൾ ഇപ്പോഴുള്ള മാലിന്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു ഭക്ഷണശാലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന അവസ്ഥ വരും. അപ്പൊ ഞാൻ തന്നെ പലതവണ നമ്മുടെ ഇവിടുത്തെ പല ഹോട്ടലുകളിൽ പോയി കണ്ടിട്ടുണ്ടോ. ഒരിക്കലും ഒരു ഹോട്ടലിൽ കണ്ടിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വിള്ളൽ, ആ വിള്ളലോട് അകത്ത് പോകുമ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ എത്രയോ പഴക്കമുള്ള സാധനങ്ങളാണ് ചീഞ്ഞു നടക്കുന്നത്. നമുക്കവിടെ പോയിട്ട് നാളെ ഇങ്ങനത്തെ ഒരു പ്രവണത ഇവിടെ കൂടുതലുണ്ടായിരുന്നുണ്ടോ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥർക്കും ആ മേഖലയിലൂടെ കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരും. ഉദ്യോഗസ്ഥര് ഇക്കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ വരും. അങ്ങനെ ചെയ്യാതെ വരുന്നതിന്റെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കമ്മിറ്റികളെല്ലാം നമ്മൾ 45 ചർച്ച ചെയ്തത്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇൻസ്പെക്ഷൻ തുടരണം. അത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ഷൻ തുടരണം, പഞ്ചായത്ത് ഇൻസ്പെക്ഷൻ തുടരണം. ആ ഇൻസ്പെക്ഷനുകൾ തുടരണം. അവിടെ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ തന്നെ നമ്മൾ ചിലപ്പോൾ പക്ഷേ മുന്നറിയിപ്പാക്കാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു നിരീക്ഷണം നിരന്തരം ഇതായിരിക്കും ഇക്കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇന്നലെ മഴ പെയ്തപ്പോൾ ഞാൻ മഴ പെയ്യുന്ന പേടിയാണ്. വെള്ളം വഴിയെ ഒഴുകിക്കൊണ്ട് വീട് വരുമ്പോൾ ഏതായാലും നല്ലതാണ്. അതുപോലെ തന്നെ നീലക്കോട് പറഞ്ഞ സ്ഥലമായി പുതുപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം സുമാറ് കൊടുക്കാൻ വേസ്റ്റിടാനാണ് പറഞ്ഞാലും ആയിരത്തുകാർ ആ ചുറ്റോട്ടുള്ള സമ്മതിക്കല്ലാത്ത കാലഘട്ടം. അങ്ങനെ അവരുടെ മനസ്സിലെപ്പോഴും വേസ്റ്റ് വെക്കുന്നത് ആ മുട്ടിട്ടോ മണോ എല്ലാം അതുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളാണ്. എത്ര പണ്ട് വെച്ചാൽ അതിന്റെ നോക്കുന്നില്ല എന്നാലും നോക്കില്ല. പക്ഷെ ഇത്രയും നല്ല പഠിപ്പിച്ച് അവതരിപ്പിച്ച് ഇതിന് ചെല്ലുമ്പോഴേക്ക് പ്രവർത്തിച്ച് ധനകാര്യ കമ്മിറ്റിയോടും സെക്രട്ടറിയോടും വൈസ് പ്രസിഡന്റിനോടുള്ള നന്ദിയുണ്ട്. 2023-24 78,54,000 ദിവസങ്ങളുണ്ടായിട്ട് അതിന് ഏകദേശം 50% അധികമാണ് വീട്ടിലെത്തിയത്. ഈ 1,13,00,000 രൂപ അത്രയ്ക്ക് രീതിയിൽ ഇതാ പരിപാലനം കിട്ടാനുള്ള കോഴ്സുകളുണ്ടോ? ഇത് ശരിക്ക് എന്താ ഒരു 5% എല്ലാ ഓട്ടോമാറ്റിക്കാണ് 5% സംഭവിച്ചു. 50% 2023-24 ആക്ടിവന്റ് ഏകദേശം 50% അധികം കിട്ടിയത്. ഇത് ഒരു ഏത് മാനദണ്ഡത്തിലും എന്താ ഇതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. നമ്മൾ ഇതെല്ലാം കുട്ടിയുടെ അഭിപ്രായ വരുമാനം ഉണ്ടാവുക ഇതിനു വേണ്ടി നമ്മുടെ പണം മാറ്റി വെച്ചിരിക്കുന്നത് അത്ര ഉണ്ടോ എങ്ങനെയാണ് എനിക്കറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന 5 ലക്ഷത്തിന് തിരിച്ചു ഗവൺമെന്റ് 80,000 വെച്ച് പിടിക്കും. 3 ലക്ഷം രൂപ ഉണ്ടാകുന്നു. 3 പെട്രോൾ വേറാനും വന്നു. ഇപ്രാവശ്യം 5 വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന് മുമ്പ് 5 അത് ഓഡിറ്റോറിയത്തിന് കൂടുതൽ ഇട്ടാണോ? പക്ഷെ നമ്മൾ നോർമൽ
മാലിന്യത്തെ മാറ്റിയെടുക്കും. ഇതുപോലെ നമുക്ക് പഞ്ചായത്തിൻ്റെ ആവശ്യമുള്ള മാത്രം നമ്മുടെ മുന്നിൽ കാണാതെ നമുക്ക് പഞ്ചായത്തിന് വരുമാനം ഉണ്ടാകുന്ന പദ്ധതികളോ അല്ലെങ്കിൽ എന്തായാലും ഉള്ള വരുമാനങ്ങൾ ഏറ്റവും കഷ്ടപ്പെട്ട അഭ്യർത്ഥനയാണ് അദ്ദേഹത്തെ പഞ്ചായത്ത് ഉത്സവത്തെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ 2025-26 വാർഷിക ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാ മേഖലകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ തവണ വെച്ച പദ്ധതികളൊക്കെ കുറച്ച് നടക്കാതെ പോയിട്ടുണ്ട്. ഇത്തവണ അതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അടുത്ത ഭരണസമിതിയിൽ നടത്താനായിട്ടുള്ള ഒരു ഇത് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകട്ടെ. കാരണം നമ്മൾ കണ്ണുകൂട്ടി വരുമാനമൊന്നും കഴിഞ്ഞ തവണ കണ്ടു വെച്ചിട്ടില്ലായിരുന്നു. ഇത്തവണ 50,000 വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴി, മുട്ടക്കോഴി, താറാവ് അതൊക്കെ വളർത്താനായിട്ട് കഴിഞ്ഞ തവണ കണ്ടു വെച്ച പക്ഷേ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ബാക്കിയുള്ള പദ്ധതികളൊക്കെ കുറേയൊക്കെ നടന്നു. അപ്പം അടുത്ത തവണ ഈ കുട്ടികളെ കൊടുക്കുന്നവർക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങൾ, അവർക്ക് ഫുഡ് എല്ലാ സംവിധാനവും ഗവൺമെന്റ് കൊടുക്കണം. അത് ആരും ഫുഡ് ചെയ്യേണ്ട കുട്ടികളെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. അപ്പം നിങ്ങളുടെയൊക്കെ വാർഡുകളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പണിക്ക് പോകാൻ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അംഗനവാടിയിലേക്ക് അവരെ വിളിക്കുക. അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് പദ്ധതികളാണ് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പാറയ്ക്കക്കടവിൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മാലിന്യം നിക്ഷേപിക്കുകയും ആ വ്യക്തിയെ കൊണ്ട് പഞ്ചായത്തിൽ ഫൈൻ അടപ്പിക്കുകയും ചെയ്ത 17-ാം വാർഡ് മെമ്പർ ജിനു കുമാറിനെ യോഗത്തിൽ വെച്ച് പഞ്ചായത്ത് ഭാരവാഹികൾ അനുമോദിച്ചു. മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്.